ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കണത്. അത് മോളെനിക്ക് ചപ്പാത്തി എല്ലാം പരത്തി വെച്ച് തന്നിട്ടുണ്ട്. പിന്നെ എനിക്കത് ചുട്ടെടുത്താൽ മതി. ഞാൻ കുഴച്ച് ഉണ്ടയൊക്കെ പിടിച്ച് കൊടുത്തായിരുന്നു. പിന്നെ ഇനി ഇതിന് കറി വയ്ക്കാനായിട്ട് മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചപ്പാത്തി മുട്ടക്കറിയാണ്. അപ്പോൾ ഞാനത് മുട്ടക്കറിയൊക്കെ വെച്ചു, ചപ്പാത്തിയൊക്കെ റെഡിയാക്കി ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇവിടെ ഒരു മുരിങ്ങ എന്നിപ്പോൾ ഉണ്ടായി, മുരിങ്ങ മരം. അതിനകത്ത് ഒറ്റ പ്രാവശ്യം ഇതുവരെയും മുരിങ്ങ കായ ഉണ്ടായിട്ടില്ല കേട്ടോ. താഴെ നിൽക്കണ മുരിങ്ങയാണ്. ടെറസിന് മുകളിലുള്ള മുരിങ്ങയിൽ എനിക്ക് ഇടയ്ക്ക് 1-2 മുരിങ്ങക്കായൊക്കെ കിട്ടാറുണ്ട്. ഞാനത് നിങ്ങളെ കാണിക്കാറുണ്ട്. പക്ഷേ ഈ മുരിങ്ങയിൽ ആദ്യമായിട്ട് കായ ഉണ്ടായതാട്ടോ. ഒരു മുരിങ്ങക്കായാണ് ഉണ്ടായിരിക്കണേ. പിന്നെ ഒരു കുഞ്ഞു മുരിങ്ങക്ക അവിടെ മാറി വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിട്ടുണ്ട്. എത്രയോ വർഷമായിട്ട് ഈ മുരിങ്ങ നട്ടിട്ട് ആദ്യമായിട്ട് കായ ഉണ്ടായതാട്ടോ. അതും ഈ 2 കായാണ് ആകെ ഉണ്ടായേക്കണത്. അപ്പം ഞാനത് പൊട്ടിച്ചുകൊണ്ട് വന്നതാണ്. അതങ്ങനെ പൊട്ടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് മുരിങ്ങക്കായ തന്നിട്ട്, അവരുടെ മുരിങ്ങയിലാണെങ്കിൽ കുറേ മുരിങ്ങക്കായ ഉണ്ടാവും. അങ്ങനെ ആവശ്യമില്ലാതെ ഇഷ്ടംപോലെ ഉണ്ടായിട്ട് വെറുതെ മൂത്തൊക്കെ പോകട്ടോ. അപ്പോൾ ഇത്തവണയാണെങ്കിൽ നോമ്പുമായിരുന്നു. അപ്പോൾ കുറേ അവരുടെ ഇങ്ങനെ വേസ്റ്റായി പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് പറിച്ച് തന്നു. അതിനകത്ത് മൂത്തതും മൂക്കാത്തതും ഒക്കെ ഉണ്ട്. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പറഞ്ഞ് തന്നതാണ്. അപ്പോൾ അതും ഇതൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ കയറിപ്പോന്നു. പിന്നെ അപ്പോൾ ഒന്നൊരു സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ച് കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മീനാണെങ്കിൽ ഇങ്ങനെ ക്ലീനാക്കിയ മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് കാളാഞ്ചി എന്ന് പറയുന്ന വലിയൊരു മീനാട്ടോ. അതിനെ ഇങ്ങനെ മുറിച്ച് കിട്ടിയതാണ് പീസായിട്ട്. അപ്പോൾ അതിൽ മസാലയൊക്കെ തേച്ച് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കയ്യിലുണ്ടായ കഷ്ണങ്ങളൊക്കെ കൂട്ടി ഒരു സാമ്പാറും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് കടുക് വറുത്ത് താളിച്ചാൽ മതി. പിന്നെ ഞാൻ ആ മുരിങ്ങക്കായൽ നന്നായിട്ട് മൂത്ത് പോയ മുരിങ്ങക്കായ എല്ലാം എടുത്ത് വേവിച്ച് വെച്ചു കേട്ടോ. അതൊന്ന് വേവിച്ചിട്ട് ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഇതിൻ്റെ ആ പഴുപ്പ് മാത്രമായിട്ട് ഇങ്ങനെ സ്പൂണിന് ചിരണ്ടി എടുക്കാം കേട്ടോ. അപ്പോൾ അത് കായ മൂത്ത് പോയ കായ കളയണ്ട. മുരിങ്ങക്കായ്ക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണല്ലോ. അപ്പോൾ ഇതാണെങ്കിൽ സീസൺ അനുസരിച്ചേ കിട്ടുള്ളൂ. പിന്നെ ഇനി ഇതിന് കിട്ടുകയില്ല. അപ്പോൾ കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ആ പഴുപ്പെല്ലാം അങ്ങനെ സ്പൂണിന് എടുക്കാട്ടോ. ഈസി ആയിട്ട് ഇങ്ങോട്ട് കിട്ടും കേട്ടോ ഇത് വേവിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പോൾ പിന്നെ അതിൻ്റെ വേസ്റ്റ് അങ്ങോട്ട് കളഞ്ഞാൽ മതി. അപ്പോൾ കഴിക്കാനും എളുപ്പമുണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഉള്ളിയും മുളകൊക്കെ മൂപ്പിച്ചിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കും കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇടണം. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ വേവിച്ചപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ അതിനും ഈ മുട്ടയ്ക്കും എല്ലാത്തിനും കണക്കാക്കിയിട്ടുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മുട്ട ചിക്കി എടുത്തിട്ട് ഈ വേവിച്ച് വെച്ചിട്ടുള്ള മുരിങ്ങക്കായൻ്റെ ആ പൾപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് വെള്ളം തോർത്തിയൊക്കെ കിട്ടുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് തേങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മുരിങ്ങക്കായും മുട്ടയും ചേർത്തിട്ടൊരു തോരനാവും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയൊരു കയ്പ്പും എരിവും ഒക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ അകത്തുള്ള മുരിങ്ങക്കായൻ്റെ അകത്തുള്ള ഉണ്ടമണികളുണ്ടല്ലോ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനും കിട്ടും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ മുരിങ്ങക്കായ കിട്ടുമ്പോൾ അങ്ങനെ ഒരുപാട് മുരിങ്ങക്കായൊക്കെ ഉള്ളവർ അതിങ്ങനെ വേസ്റ്റാക്കി കളയണ്ട കേട്ടോ. ഇങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും. അത് കൂടാതെ ഈ പൾപ്പ് മാത്രം എടുത്തിട്ട് നമുക്ക് സാധാരണ തോരൻ വയ്ക്കും പോലെ തന്നെ തേങ്ങയൊക്കെ ഒതുക്കിയിട്ട് തോരനും വയ്ക്കാം കേട്ടോ. നന്നായിട്ട് കുറേ മുരിങ്ങക്കായൊക്കെ ഉള്ളവർക്ക് കുറേ പൾപ്പ് ഇങ്ങനെ കിട്ടുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് തോരൻ മാത്രമായിട്ടും വയ്ക്കാം. മുട്ട ചേർക്കണമെന്നില്ല. ഞാൻ ഇപ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് മുട്ട ചേർത്തത്. അപ്പോൾ അങ്ങനെ ആ തോരനൊക്കെ റെഡിയായി. പിന്നെ മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഒരു ട്രിപ്പ് ഫ്രൈ ചെയ്ത് മാറ്റി അടുത്ത ട്രിപ്പ് ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഒന്ന് പുറത്ത് പോയായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായി. അപ്പോൾ ആ കൂട്ടത്തിൽ വാങ്ങിയിട്ട് വന്നതാട്ടോ ഈ അപ്പച്ചട്ടിയൊക്കെ. അപ്പോൾ എൻ്റെ അപ്പച്ചട്ടി ഉള്ളത് പഴയതായി പോയിട്ടുണ്ട്. അപ്പോൾ വേറൊരെണ്ണം വാങ്ങിയതാണ്. ഇത് ഓഫറിനും കിട്ടിയിട്ടോ. അപ്പോൾ പിന്നെ അതങ്ങോട്ട് വാങ്ങി. ഇത് മിസ്റ്റർ ലൈറ്റിൻ്റെ ആട്ടോ. പിന്നെ ആണെങ്കിൽ ഒരു ഓട്ടപാത്രം വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ചോറൊക്കെ ഊറ്റാനും എന്തെങ്കിലുമൊക്കെ നമുക്ക് കപ്പ അങ്ങനെയൊക്കെ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനാണെങ്കിൽ സ്റ്റാൻഡൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചീനച്ചട്ടി കണ്ട വീക്ക്നെസ്സാണ്. ചീനച്ചട്ടി വാങ്ങിയിട്ടുണ്ട്. ഇതൊരു സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാണ്. അപ്പോൾ അതും ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ പാത്രങ്ങളൊക്കെ വാങ്ങി. പിന്നെ ആണെങ്കിൽ മുട്ട ബജിയും ഉള്ളിവടയൊക്കെ അതും വാങ്ങിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങി വന്നു. ചായ ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് വൈകുന്നേരം. അപ്പോൾ നല്ല മഴക്കാറ് വെച്ചിട്ടുണ്ടായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ മഴ പെയ്തിട്ടുണ്ടായില്ല. നല്ല മഴക്കാറ് കാണാനുണ്ടായി.
അങ്ങനെ വന്ന് ഒക്കെ ചായയൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേനും പതിവ് പോലെ ഇന്നും മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാ ദിവസവും ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ മഴ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നും നമുക്ക് മഴ കിട്ടി. അപ്പോൾ മഴയൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.